Watch India's largest kids library only on Jio Hotstar. Download the app now. നിങ്ങൾ കാരണം ഫുർഫുര നഗരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് വേഗം ചെന്ന് റേഗിസ്ഥാനിൽ താമസിക്കാൻ നോക്ക്. തിരിച്ചു വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങളെ പിടിച്ച് ഞാൻ അകത്താക്കും. ഓക്കെ ബോസ്. മുകളിൽ ആകാശവും താഴെ ഭൂമിയും നടുവിൽ ജോൺ ദി ഡോഡ്. കൊള്ളാം, എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുള്ള ഒരു മണ്ണം കെട്ടിയല്ല, താഴേക്ക് വീണാലേ പഞ്ചറാകും. യുറേക്ക, സ്റ്റോൺമാനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. കൺഗ്രാചുലേഷൻസ് സാർ, കൺഗ്രാചുലേഷൻസ്. മനസ്സിലായോ ജോൺ? സ്റ്റോൺമാന്റെ ഈ പോക്കറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഇവന് ജീവൻ വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് എന്തു തന്നെ ആഗ്രഹിച്ചാലും അത് ഇവൻ നടത്തിയിരിക്കും. സ്റ്റോൺമാൻ മനുഷ്യരൂപം ധരിക്കും. ദാ നോക്ക്, ദാ നോക്ക്, നോക്ക്, ദാ നോക്ക്. എനിക്ക് എങ്ങനെയെങ്കിലും സ്റ്റോൺമാനിലൊന്ന് കയറി പറ്റണം. എന്നിട്ട് വേണം മോട്ടുവിനിട്ടും 10 മിനിറ്റും ചിങ്ക സാറിന്റെ ഒരു പണി കൊടുക്കാൻ. ഈ ജോഡൊന്നും അങ്ങനെ മറക്കുന്നവനല്ല. ജോൺ, ഇതെന്താ നീ കൊണ്ടുവന്നത്? ഈ ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ജോൺ, നീ എന്തിനാ എന്റെ വാതിൽ തകർത്തത്? ആ ബോട്ടുവിന്റെയും പത്തിലുവിന്റെയും ഫ്രണ്ട്സ് എല്ലാം എന്റെ ശത്രുക്കളാ. നിങ്ങളെല്ലാം ഞാൻ നശിപ്പിക്കാൻ പോവുക, ഇല്ലായ്മ ചെയ്യാൻ പോവുക. മോട്ടും പത്തിലും എന്റെ സുഹൃത്തല്ലല്ലോ ജോണേ. അത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഓ, അപ്പൊ നിനക്ക് തെളിവ് വേണമല്ലേ? തരാം. അടുത്തത് നീയും വാ. ജോണേ, നീ കണ്ടില്ലേ? മോട്ടും പത്തിലും എന്റെ സുഹൃത്തുക്കൾ അല്ലാന്ന്.
സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം. ബൈ ബൈ. മോട്ടുവിന്റെ മറ്റുള്ള ഫ്രണ്ട്സിനിട്ടും നല്ലൊരു പണി കൊടുക്കണം. ചിങ്കം സാറെ രക്ഷിക്ക്. ആ ജോൺ ഉണ്ടല്ലോ, ഒരു മിനിറ്റ്, താനിപ്പോ എന്താ പറഞ്ഞ്? ആ സ്റ്റോൺ മാൻ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരെയും ആക്രമിക്കാണെന്നോ? എന്റെ അമ്മോ, അവരിഞ്ഞ് ഇങ്ങോട്ട് വരുമല്ലോ. അതെ അതെ ചിങ്കം സാറേ, അവരിപ്പോ ഇങ്ങെത്തും. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേ. യെസ് യെസ്, ഡോണ്ട് വറി. വൈ ഫിയർ വെൻ ചിങ്കം ഈസ് ഹിയർ? ഇതെന്തിനാ പോലീസ് സ്റ്റേഷന്റെ സീലിംഗ് തകർത്തത്? അതെ, ഞാൻ മോട്ടു പത്ലുവിന്റെ ഫ്രണ്ട് അല്ല, ഞാനൊരു ഇൻസ്പെക്ടറാണ്. നിയമം കാത്തു സൂക്ഷിക്കുന്നവൻ, എല്ലാവരെയും കൂട്ടുകാരൻ, തന്റെയും കൂട്ടുകാരനാണ്. മാറ്റി പറയുന്നോടാ. നീ എന്നെ വിട്ട പോലെ ഞാൻ നിന്നെ ഒന്ന് വിടട്ടെ. പോയിട്ട് വാ. മോട്ടു ഓടിക്കോ. അതെ, യുദ്ധം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ചെയ്യേ. ഞങ്ങളുടെ കൂട്ടുകാരെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? I am ready. I am ready. On your marks, get set, go. അയ്യോ, ഇതെന്താ സംഭവിച്ചത്? On your marks, get set, go. ഡോക്ടർ ജഡ്ക, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേ. ചങ്കുകള്, നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് സ്റ്റോൺമാന്റെ പോക്കറ്റിലിരുന്ന് ജോൺ ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ അവനെ സ്റ്റോൺമാന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുവാണെങ്കിൽ പിന്നെ സ്റ്റോൺമാൻ ജോണിന്റെ കൺട്രോളിൽ നിന്ന് നമ്മുടെ കൺട്രോളിലേക്ക് വരും. പക്ഷെ നമ്മളെ ജോണിനെ പോക്കറ്റിൽ നിന്ന് എങ്ങനെ പുറത്തെടുക്ക? എന്റെ പഴയ ഗോഡൌണില് ഒരു റോബോട്ട് ഉണ്ട്. നിങ്ങൾ പോയ ആ റോബോട്ടിനകത്ത് കയറി അതിനെ ഓപ്പറേറ്റ് ചെയ്യ്. എന്നിട്ട് ജോണുമായിട്ട് ഫൈറ്റ് ചെയ്യ്. അതിനുശേഷം ആ ജോണിനെ സ്റ്റോൺമാനിന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കണം. സിമ്പിൾ. എനിക്ക് തന്നെ പണി കിട്ടിയല്ലോ. ഷോക്ക് ട്രീറ്റ്മെന്റോ. ഡോക്ടർ ജഡ്ക, താൻ മോട്ടുപത്ലുവിന്റെ ഫ്രണ്ട് അല്ലേ? അതുകൊണ്ട് താൻ ഇവന്റെ ശത്രുവാ. ജോൺ, ഞാൻ മോട്ടു പത്ലുവിന്റെ ഫ്രണ്ടൊന്നുമല്ല. ഞാൻ നിന്നെ പോലെയുള്ള ഒരു ജെന്റിൽമാന്റെ ഫ്രണ്ടാ ഡോണേ. പ്ലീസ് ഡോണേ, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഇപ്പൊ നീ എന്നെ ജെന്റിൽമാൻ വിളിച്ചത് എനിക്കങ്ങ് പിടിച്ചുപോയി. ഇനി എന്നെ കുറച്ചും കൂടി പുകഴ്ത്തി തള്ളേ. ഓ ജോണേ, നീ കൂട്ടുകാർക്കെല്ലാം നല്ലൊരു കൂട്ടുകാരനാ. വളരെ സ്നേഹമുള്ളവനാ, സന്മനസ്സുള്ളവനാ. നീയാണ് ഈ ഫുർഫ്രീ നഗരത്തിലെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ. എനിക്ക് ഒരുപാട് സന്തോഷമായി ഡോക്ടർ ജഡ്ക. എന്നെ പറ്റിയുള്ള ഈ സത്യം എനിക്ക് പോലും അറിയില്ലായിരുന്നു. എന്റെ പത്തിനും വെറും വയറ്റിൽ എന്നെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യേ. ഐഡിയ, നീ അകത്ത് പോയിട്ട് ഡോക്ടർ ജഡ്കയുടെ റോബോട്ടിൽ ഇരിക്ക്. എന്നിട്ട് നമുക്ക് ജോണിനെ ഒരു പാഠം പഠിപ്പിക്കാം. ഡോക്ടർ ജഡ്ക, ആ കള്ളനെ കുറിച്ച് നിങ്ങൾ വല്ലാതെ ഒന്നും പ്രശംസിക്കണ്ട. അവനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് കണ്ടില്ലേ? എന്നെ കണ്ടിട്ട് നിനക്ക് പേടിയില്ലെന്നാണ് പറയുന്നേ. ഇപ്പൊ കാണിച്ചു തരാം. ഷോക്ക് ട്രീറ്റ്മെന്റ് എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ ആ കറന്റ് കമ്പിയിൽ പോയി എൻജോയ് ചെയ്യടാ. വേണ്ട ഡോക്ടർ ജഡ്ക, ജോണിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പ്രശംസിച്ച് പറ വേഗം. എന്റെ അമ്മോ, എനിക്ക് ഇടി മേടിക്കാനൊന്നും വയ്യേ. ഞാൻ തന്നെ പറഞ്ഞേക്കാം. എന്റെ ജോണെ, നീ എന്തായാലും ഈ ലോകത്തിലെ നല്ലൊരാള് തന്നെയാ. എല്ലാവരെയും നന്നായി സഹായിക്കുന്ന ആളാ. നിന്നെ പോലെ ഒരാൾ ഇവിടെ ഇല്ല. ഇനി എന്നെ കുറിച്ചുള്ള സത്യങ്ങൾ ഉണ്ടായിരുന്നോ? വരൂ, ഞാൻ പറഞ്ഞു തരാം അതിന്റെ അർത്ഥം എന്താണെന്ന്. പ്രകൃതിയിലെ ദുഷ്ടന്മാരുടെ അഹങ്കാരം ശമിപ്പിക്കുവാനാണ് ദൈവം എന്നെ പോലെയുള്ളവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിന്നെ പോലെയുള്ളവനെ എടുത്തിട്ട് സംഹാര താണ്ഡവമാടുവാൻ.
മോട്ടു, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? എന്നെ കൊല്ലാനുള്ള പരിപാടിയാണോ? എടാ ജോണേ, ഇപ്പൊ നീ പറ, ഈ സ്റ്റോൺ മാനെ എവിടെന്നാ കൊണ്ടുവന്നേന്ന്? നിങ്ങൾ എന്നെ കാർ ചെയ്ത് മരുഭൂമി തള്ളിയിട്ടില്ലേ, അവിടുന്ന് കിട്ടിയതാ. ഒരു സയന്റിസ്റ്റിനെ പറ്റിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് നടിച്ചോണ്ട് വന്നതാ. എന്നാ ചെന്ന സയന്റിസ്റ്റിനോട് മാപ്പ് പറ. എന്നിട്ട് ഇതും കൂടെ പറ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ സ്റ്റോൺ മേനെ തിരിച്ചു തരാൻ വരുന്നുണ്ടെന്ന്. Watch India's largest kids library only on Geo Hotstar. Download the app now.